ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുടുംബത്തിൽ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എഫേസ്യർ 5:25 ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരും കുടുംബത്തിലും അതുതന്നെ കാണിക്കണം. ഓരോ ക്രിസ്തീയ ഭവനവും ലോകത്തോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹം പ്രതിഫലിപ്പിക്കണം. എഫേസ്യർ 5 ഭർത്താവും ഭാര്യയും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നു: ഭാര്യമാരെ, കർത്താവിനെ പോലെ നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും എന്നും ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയെന്നും. ഇത് എഫേസ്യർ 5:22-25 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. അതെ, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കണം. അപ്പോൾ മാത്രമേ വീട്ടിൽ ഐക്യവും സ്നേഹപൂർവമായ ബന്ധവും നിലനിൽക്കൂ. പ്രശ്നങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാകില്ല. ഒരു ഭർത്താവ് ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കണം? പൗലോസ് വ്യക്തമായി അളവ് നൽകുന്നു. ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം ക്രിസ്തുവിന്റെ ത്യാഗപൂർണമായ സ്നേഹത്തിന് സമമായിരിക്കണം. അടുത്തതായി, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള സ്നേഹനിർഭരമായ ഐക്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു. ദൈവവചനം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നാളുകൾ ദീർഘായുസ്സോടിരിക്കേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ഇത് പുറപ്പാട് പുസ്തകം 20:12 കാണപ്പെടുന്നു. മാതാപിതാക്കളുടെ സ്ഥാനം ആർക്കും മാറ്റി സ്ഥാപിക്കാൻ കഴിയുകയില്ല. അവർ എത്ര പ്രിയമുള്ളവരായാലും അവർ പ്രത്യേകമായി തുടരുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് കുട്ടികളുടെ പവിത്രമായ കടമയാണ്. മൂന്നാമതായി, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നു. ഇത് 1 പത്രോസ് 2:17 കാണപ്പെടുന്നു. നമ്മുടെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുന്നത് നമ്മെ ശക്തിപ്പെടുത്തുകയും കർത്താവിന് മഹത്വം നൽകുകയും ചെയ്യുന്നു. സഹോദരങ്ങൾ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ശത്രുവിന് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, ചില വീടുകളിൽ കുട്ടികൾക്കിടയിൽ സ്വത്ത് വിഭജിക്കേണ്ട സമയം വരുമ്പോൾ സഹോദര സ്നേഹം അപ്രതീക്ഷിതമാകുന്നു. മറ്റു കുടുംബങ്ങളിൽ തെറ്റിദ്ധാരണകൾ, ചിലപ്പോൾ ഇണകളുടെ സ്വാധീനത്താൽ സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രിയ മക്കളെ, ഒരു സാഹചര്യത്തിലും സഹോദര സ്നേഹം കുറയരുത്. വാത്സല്യവും ഐക്യവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവവചനം ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നു: സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, അവനിൽ ഇടർച്ചയ്ക്ക് കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവന്റെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. ഇത് 1 യോഹന്നാൻ 2:10-11 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 133:1 ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ആവർത്തന പുസ്തകം 8, 9, 10 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 11 19 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.